വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിനായി സ്ഥലം ഏറ്റെടുത്ത ഉടമകൾക്ക് ന്യായവില ലഭിക്കാത്തതിൽ സ്ഥലം ഉടമകളുടെ പ്രതിഷേധം. 20ഓളം പേരിൽ 2 പേരുടെ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെടും. 5 ലക്ഷം വില മതിക്കുന്ന സ്ഥലത്തിന് റെയിൽവേ അനുവദിക്കുന്നത് 21,000 രൂപയെന്നും സ്ഥലമുടമകൾ. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്താത്തതിൽ വൻ പ്രതിഷേധം. സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. ജില്ലയിലെ 2 മന്ത്രിമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ആരോപണം. മങ്കര കാളികാവ് റോഡിന്റെ ഗർത്തം മൂടാത്തതിൽ പ്രതിഷേധം ശക്തം. ഗർത്തങ്ങളുടെ ആഴം കൂടിയതോടെ ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നത് നിത്യസംഭവമെന്ന ആക്ഷേപം. പൊതുമരാമത്ത് വകുപ്പ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡ്രൈവർമാരുടെ മുന്നറിയിപ്പ്. ഒറ്റപ്പാലത്ത് ഗതാഗതക്കുരുക്ക്. മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങുന്നത് നിത്യസംഭവമെന്ന് CPI മണ്ഡലം സമ്മേളനം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൊണ്ടുവന്ന ബൈപ്പാസ് റോഡിന്റെയും പാലത്തിന്റെയും പണി ഇഴഞ്ഞു നീങ്ങുന്നതായും പ്രമേയം. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ന്യായവില നൽകാത്ത റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധവുമായി സ്ഥലമുടമകൾ. 20ഓളം പേരുടെ ഭൂമിയാണ് റെയിൽവേ ഏറ്റെടുത്തത്. 2 പേരുടെ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെടും. 5 ലക്ഷം വില മതിക്കുന്ന സ്ഥലത്തിന് 21,000 രൂപ മാത്രം നൽകാനാണ് റെയിൽവേയുടെ തീരുമാനമെന്ന് ഉടമകൾ പറഞ്ഞു. സ്ഥലം പ്രധാന പാതയോരത്തായതിനാൽ സെന്റിന് 4 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വിലയുണ്ടെന്ന് സ്ഥലമുടമകൾ പറയുന്നു. മങ്കര കാളികാവ് സ്വദേശികളായ ലീന, മങ്കര കോട്ട സ്വദേശി ലതാദേവി, കൊയിലത്തുംപടി കമലം, അരവിന്ദാക്ഷൻ, രമേശ്, കൃഷ്ണൻകുട്ടി തുടങ്ങിയ 20ഓളം പേരാണ് ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. 1 വർഷം മുമ്പ് മേൽപ്പാലത്തിന്റെ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നടന്നിരുന്നുവെങ്കിലും സ്ഥലം ഉടമകളുമായി യാതൊരുവിധ ചർച്ച പോലും നടക്കാതെയാണ് ഉദ്ഘാടനം നടന്നതെന്നും സ്ഥലം ഉടമകൾ പറയുന്നു. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് കഴിഞ്ഞ 2-ന് സ്ഥലം ഉടമകൾക്ക് തഹസിൽദാർ ഓഫീസിൽ നിന്നും എത്താനായി കത്ത് ലഭിച്ചത്. എന്നാൽ സ്ഥലം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകുകയും ചെയ്തതായി ഭൂവുടമകൾ പറഞ്ഞു. എല്ലാ രേഖകളുമായി ഭൂവുടമകൾ പാലക്കാട് സ്പെഷ്യൽ തഹസിൽദാർ 2 LA2 ഓഫീസിലെത്തി രേഖകൾ കൈമാറുകയും ചെയ്തിരുന്നു അത്രേ. രേഖകൾ കൈമാറി ഒപ്പുവാങ്ങിയ ശേഷമാണത്രേ ഭൂവുടമകളോട് സ്ഥലത്തിന്റെ വിലയെക്കുറിച്ച് ധരിപ്പിച്ചത്. എന്നാൽ തങ്ങൾ വിലയിൽ തൃപ്തരല്ലെന്നും രേഖകൾ തിരിച്ചു നൽകണമെന്നും ചിലർ വീണ്ടും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബന്ധപ്പെട്ടവർ തിരിച്ചു നൽകാൻ തയ്യാറായില്ലെന്നും ഭൂവുടമകൾ പരാതിപ്പെട്ടു. പാലക്കാട് കാളികാവ് മങ്കര പ്രധാന റോഡിൽ സെന്റിന് 4-5 ലക്ഷം വില മതിക്കുന്ന ഭൂമിക്ക് സെന്റിന് 21,000 രൂപ വില നൽകാനാണ് ബന്ധപ്പെട്ടവരുടെ നീക്കം. ഇത് തൃപ്തികരമല്ലെന്നും നടപടി അംഗീകരിക്കാനാവില്ലെന്നുമാണ് ഭൂവുടമകൾ പറയുന്നത്. സ്ഥലം നഷ്ടമാകുന്ന ഭൂവുടമകൾക്ക് പൊന്നും വില നൽകുമെന്നായിരുന്നു അത്രേ അധികൃതർ പരസ്യത്തിലടക്കം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പാലം വരുന്നതിനോട് എതിരല്ലെന്നും നഷ്ടമാകുന്ന ഭൂമിക്കും കെട്ടിടത്തിനും പൊന്നും വില നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഇതോടെ മാനസികമായി തളർന്നിരിക്കുകയാണ് 20ഓളം കുടുംബാംഗങ്ങൾ. 2-ാം തീയതി അവിടെ പോയി ഹാജരാവാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോഴാണ് അറിയുന്നത് ഇത് ഹിയറിംഗ് ആണെന്നുള്ളത്. അവിടെ പോയി നമ്മൾ രേഖകളെല്ലാം വാങ്ങി വെച്ചു. അതിനുശേഷമാണ് ഞങ്ങളുടെ അടുത്ത് വിലയെ കുറിച്ച് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ വളരെ ഞെട്ടിപ്പോയത്. ഞങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയാണ് തരുന്നതെന്നുള്ളത്. എൻ്റെ സ്ഥലം ഞാൻ തരം മാറ്റിയിട്ട് സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്ന് പറഞ്ഞിട്ട് നികുതി അടച്ചു വരുന്ന സ്ഥലമാണ്. അതിന് പോലും നിലം എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് എനിക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്. അത് പരാതിപ്പെട്ടപ്പോൾ പൈസ മേടിച്ചിട്ട് കോടതിയിൽ പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ അല്ലാന്നാണെങ്കിലും പൈസ അവർ കോടതിയിൽ കെട്ടിവെക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ള രീതിയിലാണ് തഹസിൽദാർ സംസാരിച്ചത്. ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്. ഞങ്ങളോട് ഓരോ പ്രാവശ്യം വരുമ്പോഴും പൊന്നുവില തരും, നിങ്ങൾക്ക് യാതൊരു ബാധ്യത ഉണ്ടാവില്ല, ഞങ്ങൾ നല്ല രീതിയിൽ പൈസ തരുമെന്നാണ് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പക്ഷേ അവസാന നിമിഷത്തിലാണ് ഞങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾക്ക് ഈ വിലയാണ് തരാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ എല്ലാവരും ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ്. ഇത് സംബന്ധിച്ച പാലക്കാട് ജില്ലാ കളക്ടർ VK ശ്രീകണ്ഠൻ MP, അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA എന്നിവർക്ക് പരാതി നൽകി. പ്രതിഷേധത്തിന് പൊതുപ്രവർത്തകരായ CK ചെന്താമരാശൻ, K ഷൺമുഖൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, VK ഷിബു, K ബിന്ദു, ലീന എന്നിവർ നേതൃത്വം നൽകി. റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ നടപ്പിലാക്കുന്ന ഈ പാലത്തിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾക്ക് അവരുടെ വീട് ഉൾപ്പെടെയുള്ള സ്ഥലവും മറ്റും നഷ്ടപ്പെടുകയാണ്. 1 സെൻറ്റ് മുതൽ 30 സെൻറ്റ് വരെ സ്ഥലം നഷ്ടപ്പെടുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലം വരാൻ വേണ്ടി പോകുന്നത്. നിർഭാഗ്യവശാൽ
ഇന്ന് ഈ പ്രദേശത്തിൻ്റെ മതിപ്പ് വിലൻ്റെ 4 അയലത്ത് പോലും എത്താത്ത രൂപത്തിലുള്ള വളരെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിനെതിരെ നിശ്ചയിച്ചിട്ടുള്ളത്. റെയിൽവേ ഫണ്ട് അലോട്ട് ചെയ്യുമെങ്കിലും സ്ഥലം എല്ലാം തന്നെ എടുക്കുന്ന ചുമതല തഹസിൽദാർ റവന്യൂ വകുപ്പാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ സ്ഥലത്തിന് നിശ്ചയിച്ചുള്ള തുക തീരെ അപര്യാപ്തമാണെന്ന് ഈ സ്ഥലം നഷ്ടപ്പെടുന്ന 20 ആളുകളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുക. അവരുടെ വലിയ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ ഈ സ്വരുക്കൂട്ടലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചു വെച്ചത്. അതിനെല്ലാം തന്നെ വളരെ നാമമാത്രമായിട്ടുള്ള സംഖ്യ കൊടുത്ത് അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ 20 ആളുകളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നത്. അവർ ഇന്ന് ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കളക്ടറിൻ്റെ ശ്രദ്ധയിൽ അവർ പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ഈ പ്രദേശത്ത് ഈ ഒറ്റപ്പാലം ടൗണിന് ഏതാണ്ട് 14 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. പാലക്കാടും അതുപോലെ തന്നെ നാഷണൽ ഹൈവേക്ക് തന്നെ വളരെ ചെറിയ ദൂരം മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഇത്രയും വില കിട്ടുന്ന ഒരു പ്രദേശത്ത് വളരെ ചുരുങ്ങിയ സംഖ്യ കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഏതാണ്ട് ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപ വരെ വില വരുന്ന ഈ പ്രദേശത്ത് ഒരു സെൻറ്റിന് കേവലം 21,000 രൂപ മാത്രമാണ് ഇവിടെ വില കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഭരണാധികാരികൾ ഇടപെട്ടുകൊണ്ട് ഈ സ്ഥലം ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ന്യായമായ വില വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള ഇടപെടൽ ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും ആണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന സർക്കാർ വാഗ്ദാനം നടപ്പായില്ല. ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ജില്ലയിലെ 2 മന്ത്രിമാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും മാനേജ്മെന്റ് കമ്മിറ്റി കുറ്റപ്പെടുത്തി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒഴിവുകൾ എത്രയും വേഗം നികത്തുമെന്ന മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ജില്ലയിലെ 2 മന്ത്രിമാർ എന്നിവരുടെ വാഗ്ദാനമാണ് മാസങ്ങളായിട്ടും നടപ്പിലാവാതിരിക്കുന്നത്. കാത്ത് ലാബ്, ഒഫ്താൽമോളജി, ഫോറൻസിക് മെഡിസിൻ, ഗൈനക്കോളജി, അനസ്തേഷ്യ, ജനറൽ മെഡിസിൻ തുടങ്ങിയ അവശ്യ വിഭാഗങ്ങളിലും ലാബ് ടെക്നീഷ്യൻ, എക്സ്റേ ഓപ്പറേറ്റർ തുടങ്ങിയ ഒട്ടേറെ തസ്തികകളിലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ തസ്തികകളിലും മാസങ്ങളായി നിയമനം നടന്നിട്ടില്ല. പ്രക്ഷോഭങ്ങളെ തുടർന്ന് നിയമനം നടത്തണമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് സർക്കാരിന് നിരവധി തവണ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും നിയമനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. HMC കമ്മിറ്റിയിലും ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും നിയമനം നടത്താൻ ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണദാസ്, ലേ സെക്രട്ടറി സുജാത എന്നിവരെ HMC കമ്മിറ്റി അംഗങ്ങൾ ഉപരോധിച്ചത്. ഒഴിവുകൾ സർക്കാരിനെ നിരന്തരം ഓർമ്മപ്പെടുത്താറുണ്ടെന്നും സർക്കാർ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. തികഞ്ഞ അനാസ്ഥയാണ് സർക്കാരും ആരോഗ്യവകുപ്പും ജില്ലാ ആശുപത്രിയോട് കാണിക്കുന്നതെന്നും സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കാനുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പിൻ്റേതെന്നും HMC അംഗവും കൗൺസിലറുമായ അനുപമ പ്രശോഭ് പ്രതികരിച്ചു. ഒഴിവുകൾ നികത്താൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന അധികൃതരുടെ ഉറപ്പിൽ ഉപരോധം അവസാനിപ്പിച്ചു. ഒഴിവുകൾ നികത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഉപരോധക്കാർ പറഞ്ഞു. ബോബൻ മട്ടുമന്ത, കിദർ മുഹമ്മദ്, ഹരിദാസ് മച്ചിങ്ങൽ, പ്രജീഷ് പ്ലാക്കൽ, പ്രശോഭ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മങ്കര കാളികാവ് റോഡിലെ വെട്ടിപ്പൊളിച്ച ഗർത്തം മൂടാൻ നടപടിയാകാത്തതിൽ വൻ പ്രതിഷേധം. ഗർത്തങ്ങളുടെ ആഴം കൂടിയതോടെ ഇരുചക്ര വാഹനങ്ങൾ ചാലിൽപ്പെട്ട് വീഴുന്നത് നിത്യസംഭവമാണ് എന്നും പരാതി. പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രദേശത്തെ ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി. കുടിവെള്ള പൈപ്പിടാനായി 8 മാസങ്ങൾക്ക് മുൻപ് വെട്ടിപ്പൊളിച്ച റോഡിലെ ഗർത്തമാണ് ഗതാഗതത്തിന് ഭീഷണിയായത്. മങ്കര കൂട്ടുപാതയിൽ മങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് 10 മീറ്റർ ദൂരം റോഡ് വെട്ടിപ്പൊളിച്ച് മാസങ്ങളായി മൂടാതെ കിടക്കുന്നത്. മഴ പെയ്തതോടെ ഗർത്തങ്ങളുടെ ആഴം കൂടിയതോടെ ഇരുചക്ര വാഹനങ്ങളിൽ ചാലിൽപ്പെട്ട് വീണ് അപകടം സംഭവിക്കുന്നത് പതിവായി. ബന്ധപ്പെട്ടവരോട് പലതവണ പരാതിപ്പെട്ടെങ്കിലും നടപടിയായില്ല. സംസ്ഥാന പാതയിൽ നിന്നും കാളിക്കാവ് കോട്ടായി ഭാഗത്തേക്ക് തിരിയുന്ന പ്രധാന പാതയിലാണ് ഈ ഭീഷണിയായ ചാൽ. പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെ അപകടമുണ്ടാകുന്നതും പതിവായി. അറിയാതെ വരുന്ന വാഹനങ്ങൾ ചാലിൽപ്പെട്ട് മറിയുകയാണ്. ബന്ധപ്പെട്ടവരാരും തന്നെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ഓട്ടോറിക്ഷക്കാരുടെ പരാതി. ഓട്ടോ സ്റ്റാൻഡിന് മുന്നിലാണ് ഈ ചതിക്കുഴി. പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം കണ്ടില്ലെന്നടിക്കുന്നത് ശരിയല്ല. ഉത്തരവാദപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയില്ലെങ്കിൽ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശത്തെ ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി. ജലജീവന്റെ ഈ കുഴിയെടുത്തത് ഏകദേശം 1 വർഷത്തോളമായി. ആ ഭാഗത്ത് ആ കുഴി നികത്താനോ ഇതുവരെ അതിൻ്റെ ഒരു നടപടികൾ എടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നിരന്തരമായിട്ട് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. ആ കുഴികൾ പറഞ്ഞാൽ മഴ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുഴി നല്ല കൂടുതലായി കൊണ്ടിരിക്കുന്നു. വണ്ടികൾ പോകാനോ ഒരുപാട് ആൾക്കാരെ ആക്സിഡൻറ്റ് ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ തന്നെ സംഭവിക്കാറുണ്ട്. ബൈക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ.
കുഴിയുടെ വലിപ്പം കൂടിക്കൊണ്ടേയിരിക്കും. കുറേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലത്തെ ആൾക്കാർ കുറേ മണ്ണൊക്കെ ഇട്ട് കുറേ ഇതൊക്കെ എടുത്ത് ഏകദേശം തൂർത്തുകൊണ്ടിരിക്കും. അത് പിന്നെയും അത് മഴ പെയ്ത് അത് പിന്നെയും അത് കുഴിയായിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെയും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതിന് എത്രയും പെട്ടെന്ന് ഇത് ക്ലിയറാക്കി തരണം. നാട്ടുകാരുടെ ഭാഗത്ത് ഓട്ടോറിക്ഷ ഇവിടെ തന്നെ ഓട്ടോറിക്ഷ ആ ഭാഗത്ത് തന്നെ നിൽക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് ദിവസവും മണിക്കൂറുകൾ വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത് നിത്യസംഭവമാണെന്നും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൊണ്ടുവന്ന പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും CPI മണ്ഡലം സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരത്തിനായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 80 കോടിയുടെ ബൈപ്പാസ് പദ്ധതിയും 4 കോടിയുടെ പുതിയ പാലവും ഇഴഞ്ഞു നീങ്ങുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ദിവസവും മണിക്കൂറുകൾ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഈ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയാണ് 80 കോടി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബൈപ്പാസ് പദ്ധതിയും 4 കോടി വകയിരുത്തി പുതിയ പാലവും കൊണ്ടുവന്നത്. എന്നാൽ ഈ 2 പദ്ധതികളും ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയാണ്. പുതിയ ബൈപ്പാസിന്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായെങ്കിലും മറ്റ് പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. പുതിയ പാലത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു എങ്കിലും ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥിതിയിലാണ്. ഈ 2 പദ്ധതികളും അടിയന്തരമായി പൂർത്തിയാക്കി ഒറ്റപ്പാലത്തെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അധികാരികൾ ഇടപെടണമെന്ന് CPI ഒറ്റപ്പാലം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CPI മുതിർന്ന നേതാവ് P. കാസിം പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. PM ദേവദാസ്, K. പാറുക്കുട്ടി, T. ജയപ്രകാശ് എന്നിവർ അടങ്ങിയ പ്രസീഡിയം, OP ലത്തീഫ്, MS പൗലോസ് എന്നിവർ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായും K. സുഭാഷ്, R. അനിൽകുമാർ എന്നിവർ മിനിറ്റ്സ് കമ്മിറ്റി അംഗങ്ങളായും L. പ്രിയ, നിതിൻ S. കുമാർ എന്നിവർ പ്രമേയ കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെട്ടു. E.K. സുഭാഷ് രക്തസാക്ഷി പ്രമേയവും KN ശിവദാസൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് സോവിയറ്റ് യൂണിയന്റെ പതനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ നമുക്കെതിരായി ചിന്തിക്കുന്ന വലതുപക്ഷ ചിന്താഗതിക്കാർ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള BJPയും ഉൾപ്പെടെയുള്ള ശക്തികൾ വ്യാപകമായി പ്രചരിപ്പിച്ചുള്ള റഷ്യ പോയി നിങ്ങൾ വെറുതെ ചുവന്ന കൊടി പിടിച്ച് നടന്നു നിർത്തുകാരിയും നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനൊന്നും ഈ ലോകത്തെ ഒരു സംഭാവനയും ചെയ്യാൻ കഴിയില്ല. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ OK സൈതലവി, സുമലത മോഹൻദാസ്, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A. പ്രഭാവതി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ റിപ്പോർട്ടിൽ ചർച്ചയിൽ R. അനിൽകുമാർ, നിതിൻ S. കുമാർ, A. വാസുദേവൻ, K. അഭിലാഷ്, സയ്യിദ് മുഹമ്മദ്, V. ഹരികുമാർ, R. സുനില, ശിവദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 3 വർഷമായി യാത്രാ ദുരിതം നേരിടുന്ന വെട്ടിക്കാട്ടിരി പാഞ്ഞാൾ റോഡിൽ വാഴവെച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. റോഡ് നവീകരണത്തിൽ തികഞ്ഞ അലംഭാവമാണ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. ശാശ്വത പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ തുടർ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പാഞ്ഞാൾ മണ്ഡലം സെക്രട്ടറി അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. UDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ച റോഡ് നിർമ്മാണം LDF ഭരണസമിതി PWD വകുപ്പിന് കൈമാറുകയും എന്നാൽ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ഉത്തരവാദിത്വമോ റോഡ് നിർമ്മാണത്തെക്കുറിച്ചുള്ള അറിവോ ഇല്ലാത്ത തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്നും സാധാരണക്കാരുടെ യാത്രാ ദുരിതത്തിന് ഉടനടി നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ തുടർ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും മനോഹരമായി നമ്മുടെ നാട്ടിൽ റോഡ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ UDF ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം മണലാടി മുതൽ നമ്മുടെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തി വരെ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ റോഡ് മനോഹരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു BJP പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ LDF പ്രതിപക്ഷത്തിനോ UDF ഭരണസമിതിക്ക് എതിരെ ഈ പാഞ്ഞാൾ റോഡ് ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാനോ ഒരു പത്രക്കട്ടിംഗ് പോലും ഇവിടെ പാഞ്ഞാളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയേറെ ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച UDF ഭരണസമിതി അതിനുശേഷം LDF ഭരണസമിതി വന്നതിനുശേഷം ഈ റോഡ് PWD വകുപ്പിന് കൈമാറുകയും ആ വകുപ്പിന് കൈമാറിയതിനു ശേഷം കോടിക്കണക്കിന് രൂപ ഈ റോഡിന് വകയിരുത്തുകയും അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ റോഡ് എടുത്ത കരാറുകാരന്റെ ധിക്കാരവും ധാർഷ്ട്യവും
മാണ് ഈ റോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത്, മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി.കെ. വാസുദേവൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ.കെ. ഫസലു, ടി.പി. മോഹനൻ, അഫീർ, ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും കോട്ടായി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ ജനകീയ മത്സ്യകൃഷി വിളവെടുത്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ ചെയർമാൻ മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പൊതുകുളങ്ങളിൽ മത്സ്യകൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുകുളങ്ങൾ ഗുണഭോക്താക്കളെ കണ്ടെത്തി പാട്ടത്തിന് നൽകിയാണ് മത്സ്യകൃഷി നടപ്പിലാക്കുന്നത്. നിലവിൽ 7 പൊതുകുളങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. പൂതാട്ടുകുളം ഏറ്റെടുത്ത് കൃഷി നടപ്പിലാക്കിയ കർഷകനായ ജനാർദ്ദനൻ, മണർക്കാട് മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ ബി. വേണുഗോപാലൻ, പ്രോജക്ട് കോർഡിനേറ്റർ കെ.എ. അജീഷ്, അക്വാകൾച്ചർ പ്രൊമോട്ടർ എം. കമലം എന്നിവർ വിളവെടുപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇന്ത്യയുടെ അഭിമാന തിളക്കമായ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കുവഹിച്ച അമൽ ആന്റണിയെ ആദരിച്ചു. ഒറ്റപ്പാലം വരോട് ഷാപ്പമ്പടി അമൽ ആന്റണിയുടെ വീട്ടിൽ വച്ച് നടന്ന ചടങ്ങിൽ ബി.ജെ.പി. പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വേണുഗോപാൽ, ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതി ജനറൽ സെക്രട്ടറി പി. അരവിന്ദൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് രശ്മി ബൈജു, ബി.ജെ.പി. ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചിരത്തൊടി, ജനറൽ സെക്രട്ടറി സ്വരൂപ്, കൗൺസിലർ സജിത്ത്, ഗണേശ സേവാ സമിതി ട്രഷറർ വിജയരാഘവൻ, സി.ആർ. അനിൽകുമാർ, അനിൽ പള്ളത്ത്, അജീഷ് എം. ചന്ദ്രൻ, രമേശ്, അജീഷ് എന്നിവർ പങ്കെടുത്തു. 7 ലക്ഷത്തിൽ ഒരാൾക്ക് കന്നിപ്രസവത്തിൽ 4 കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു ഭാഗ്യം ലഭിച്ച ദമ്പതിമാരാണ് ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫയും ദേശമംഗലം സ്വദേശിനി മുബീനയും. ഈ കൺമണികളുടെ സ്കൂൾ പ്രവേശനമായിരുന്നു തിങ്കളാഴ്ച. ഹൃദ്യമായ സ്വീകരണമാണ് സ്കൂൾ അധികൃതർ ഒരുക്കിയിരുന്നത്. ഒപ്പം ഇവരെ പരിചരിക്കുന്ന ഡോക്ടർ ജയചന്ദ്രനും. കാണാം നമുക്ക് ആ കൗതുക കാഴ്ച. 7 ലക്ഷത്തിൽ 1, അപൂർവങ്ങളിൽ അപൂർവം. കന്നിപ്രസവത്തിലെ 4 ആൺകുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം. കന്നിപ്രസവത്തിലൂടെ ലഭിച്ച 4 ആൺകുട്ടികൾക്കും ഇവരെ പരിചരിച്ചിരുന്ന പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് നിയാനാറ്റോളജിസ്റ്റായ ഡോക്ടർ ജയചന്ദ്രനും സഹപ്രവർത്തകർക്കും ചളവറ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. ചളവറ കുന്നത്ത് മുഹമ്മദ് മുസ്തഫയ്ക്കും ഭാര്യ ദേശമംഗലം സ്വദേശിനി മുബീനയ്ക്കുമാണ് അപൂർവമായി സംഭവിച്ചേക്കാവുന്ന ആദ്യ പ്രസവത്തിൽ തന്നെ 4 ആൺകുഞ്ഞുങ്ങൾ പിറന്നത്. 1100 ഗ്രാം മുതൽ 1600 ഗ്രാം വരെ തൂക്കമുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ. നിയോബ്ലസ് എന്ന നവജാത ശിശുരോഗ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചീഫ് കൺസൾട്ടന്റ് നിയോനാറ്റോളജിസ്റ്റായ ഡോക്ടർ ജയചന്ദ്രൻ്റെയും സഹപ്രവർത്തകരുടെയും പരിചരണത്തിലായിരുന്നു കുരുന്നുകൾ. അയാൻ ആദം, അസാൻ ആദം, ഐസിൻ ആദം, അസ്വിൻ ആദം എന്നീ പേരുകളാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 4 ആൺകുട്ടികളും ഒരുമിച്ച് ചളവറ ക്രസന്റ് പബ്ലിക് സ്കൂളിൽ LKG ക്ലാസ്സിൽ പ്രവേശനത്തിനായി എത്തി. വീട്ടിലെത്തിയ ഡോക്ടർ ജയചന്ദ്രനും സഹപ്രവർത്തകർക്കുമൊപ്പമാണ് കുട്ടികളും എത്തിയത്. ഗർഭസ്ഥകാലങ്ങളിലെ ആദ്യ പരിശോധനയിൽ തന്നെ 4 കുഞ്ഞുങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അബ്ദുൽ വഹാബിൻ്റെ പരിചരണത്തിലായിരുന്നു. തുടർന്നുള്ള ചികിത്സയിൽ 2021 ജനുവരി 16 ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നത്. ഇപ്പോൾ 4 പേർക്കും ഒരുമിച്ച് ഒരു സ്കൂളിൽ തന്നെ പ്രവേശനം നേടാനായതിൽ ഏറെ സന്തോഷത്തിലാണ് മാതാപിതാക്കളും കുടുംബവും. 4 പേരിൽ 2 പേർക്ക് LKG മുതൽ 7ാം ക്ലാസ് വരെ പഠനം മാനേജ്മെൻറ്റ് സൗജന്യമാക്കിയിട്ടുണ്ട്. സ്വീകരണ പരിപാടിയിൽ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തങ്ങളുമുണ്ടായിരുന്നു. സ്വീകരണത്തിന് പ്രിൻസിപ്പാൾ പ്രസീത KT, സ്കൂൾ മാനേജർ സക്കീർ, മാനേജ്മെൻറ്റ് സെക്രട്ടറി മുഹമ്മദ് KT, സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മൊയ്തു AT, വീരാവു K എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. അമ്പലപ്പാറ പ്രവാസി സഖാക്കൾ ചാരിറ്റബിൾ സൊസൈറ്റി SSLC+2 വിജയികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പി. റസാഖ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് KP രഞ്ജിത്ത് അധ്യക്ഷനായി. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CC രാജൻ, ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി A. ലത്തീഫ് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം K. അസീസ് നന്ദി പറഞ്ഞു. രക്ഷാധികാരി S. സുനിൽ, ജോയിന്റ് സെക്രട്ടറി CC കൃഷ്ണപ്രസാദ്, പ്രവാസി സഖാക്കൾ ചാരിറ്റബിൾ സൊസൈറ്റി അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കല്ലിപ്പാടം പാടശേഖര സമിതി വാർഷിക ജനറൽ ബോഡി യോഗം കല്ലിപ്പാടം പൊതുജന വായനശാലയിൽ ചേർന്നു. പുതിയ പ്രസിഡന്റായി രാജ്മോഹനെയും സെക്രട്ടറിയായി അമ്മാത്ത് മുരളീധരനെയും തെരഞ്ഞെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. മങ്കര കാളിക്കാവ് റെയിൽവേ മേൽപ്പാലത്തിനായി സ്ഥലം ഏറ്റെടുത്ത ഉടമകൾക്ക് ന്യായവില ലഭിക്കാത്തതിൽ സ്ഥലം ഉടമകളുടെ പ്രതിഷേധം. 20ഓളം പേരിൽ 2 പേരുടെ വീടും സ്ഥലവും പൂർണ്ണമായും നഷ്ടപ്പെടും. 5 ലക്ഷം വില മതിക്കുന്ന സ്ഥലത്തിന് റെയിൽവേ അനുവദിക്കുന്നത് 21,000 രൂപയെന്നും സ്ഥലമുടമകൾ. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്താത്തതിൽ വൻ പ്രതിഷേധം. സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ച് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി. ജില്ലയിലെ 2 മന്ത്രിമാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ആരോപണം. മങ്കര കാളികാവ് റോഡിന്റെ ഗർത്തം മൂടാത്തതിൽ പ്രതിഷേധം ശക്തം. ഗർത്തങ്ങളുടെ ആഴം കൂടിയതോടെ ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നത് നിത്യസംഭവമെന്ന ആക്ഷേപം. പൊതുമരാമത്ത് വകുപ്പ് ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഡ്രൈവർമാരുടെ മുന്നറിയിപ്പ്. ഒറ്റപ്പാലത്ത് ഗതാഗതക്കുരുക്ക്. മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങുന്നത് നിത്യസംഭവമെന്ന് CPI മണ്ഡലം സമ്മേളനം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കൊണ്ടുവന്ന ബൈപ്പാസ് റോഡിന്റെയും പാലത്തിന്റെയും പണി ഇഴഞ്ഞു നീങ്ങുന്നതായും പ്രമേയം. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.